ഈ വീട്ടില് റിലേറ്റീവ്സിനെ ഒക്കെ പോയി കണ്ട് സമാധാനിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ കല്യാണം. അല്ല സമാധാനിപ്പിച്ചെന്നല്ല, നമ്മൾ അവരോട് പറഞ്ഞു കാര്യങ്ങൾ. ഇൻഡസ്ട്രിക്കകത്ത് ആർക്കും കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു? കാരണം ആരും പറഞ്ഞില്ല. അതെനിക്ക് ഭയങ്കര ഒരു നല്ലൊരു കാര്യം. എല്ലായിടത്തും റീസൺ എല്ലായിടത്തും പറഞ്ഞ് ടെക്സ്റ്റ് ചെയ്തിരുന്നോ? ഇല്ല അങ്ങനെയല്ല, നമ്മൾ പബ്ലിഷ് ചെയ്ത സമയത്താണ് എല്ലാവരും അറിയുന്നത് തന്നെ. പക്ഷെ എന്നാലും അതെല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എന്നോട് റെസ്പോണ്ട് ചെയ്തത്. എല്ലാവരും കുറെ പേര് പറഞ്ഞു വളരെ നല്ല ഡിസിഷൻ. പേഴ്സണലി മെസ്സേജ് അയച്ചു. ലളിതം സുന്ദരം എന്നൊക്കെ പറയുന്ന ക്യൂട്ട് കല്യാണം. അവരൊക്കെ ഇങ്ങനെ ഉള്ളി തട്ടി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം, ഇപ്പോ EMA ഓർക്കുമ്പോ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇനി ഇവിടെ അടുത്ത് മാത്രം ഒരു ചോദ്യം, എനിക്കിട്ടുള്ള പണിയാണല്ലോ. അല്ല, ഒരു 5-6 സിനിമകൾ ഫേവറേറ്റ് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഹാപ്പി വെഡിങ് ഓർ കുമ്പളങ്ങി നൈറ്റ്സ്? കുമ്പളങ്ങി നൈറ്റ്സ്. ഓക്കെ. കുമ്പളങ്ങി നൈറ്റ്സ് ഓർ തമാശ? കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ് ഓർ കനകം കാമിനി കലഹം? കനകം കാമിനി കലഹം. കനകം കാമിനി കലഹം ഓർ നുണക്കുഴി? കനകം കാമിനി കലഹം. ഓക്കെ. കനകം കാമിനി കലഹം ഓർ പറന്നു പോകും? കനകം. എനിക്ക് കുറച്ചുകൂടെ ഫൺ ഇഷ്ടമായതുകൊണ്ട്. കനകം ഓർ നാഗേന്ദ്രൻസ് ഹണിമൂൺ? ഓ ടൈ. സ്റ്റിൽ കനകം. കനകം. കനകം ഓർ റോഷാക്ക്? കനകം. കനകം. കനകം ഓർ വിവേകാനന്ദൻ വൈറലാണ്? കനകം. ആ കനകത്തിന്റെ നിക്കാനുള്ള. കനകം ഓർ പത്രോസിന്റെ പടപ്പുകൾ? കനകം. കനകം. കനകം ഓർ ഹലാൽ ലവ് സ്റ്റോറി? അത് രണ്ട് ഷെയ്ഡ് ആയതുകൊണ്ട്, പക്ഷെ സ്റ്റിൽ ഞാൻ ഫൺ സൈഡ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് കനകം. ഓക്കെ. കനകം ഓർ സാജൻ ബേക്കറി? കനകം. കനകം ഓർ ഇഡി? കനകം. കനകം വിജയിച്ചിരിക്കുന്നു. എപ്പോഴും പറയും എനിക്ക് കനകം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം, ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണ് അത്. അത് OTT റിലീസ് ആയിരുന്നു. ഇപ്പൊ ഞാൻ കനകം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഈ പല വോയിസിലും ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ കനകം എന്ന് പറയുന്നത് ഞാൻ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും സിനിമ കാണുവാണെങ്കിൽ എനിക്ക് കോമഡി സിനിമ കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കനകം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നത്. ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സിലാണെങ്കിലും അല്ലെങ്കിൽ റോഷാക്കിലെ ക്യാരക്ടറൊക്കെ ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ ആക്ച്വലി അതിലേതെങ്കിലും അതെ അതെ, റോഷാക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ഫൺ സൈഡ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എനിക്ക് കനകം ഇതാവുന്നത്. കനകം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഒരു മൂവിയാണ്. കനകം കാമിനി കലഹം. ഈ ഗ്രേസിന്റെ ആക്ട്രസിനെ മലയാള സിനിമ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ? ഗ്രേസിലെ ഓഫ് കോഴ്സ് ഭയങ്കരമായിട്ട് എനിക്ക്, ഞാനിത് ഇപ്പോഴും പറഞ്ഞു, ഞാനും കൂടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് അത് പറയാൻ കാണും. കാരണം ഞാനിപ്പം 2008 തൊട്ട് ഫിലിമിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അന്ന് തൊട്ട് നമ്മൾ ഇതുവരെ ഇത്രയും സിനിമകൾ കാണുന്നു, ഇത്ര ആക്ടേഴ്സിനെ കാണുന്നു. അപ്പം ഗ്രേസ് എന്നുള്ളതല്ല, ഒത്തിരി ആക്ടേഴ്സിന്റെ പൊട്ടൻഷ്യൽ നമ്മുടെ മലയാളം സിനിമ യൂസ് ചെയ്യാതെ ഉണ്ട്. അപ്പം ഗ്രേസിനെ എനിക്ക് എത്രയും കൂടെ അടുത്ത് അറിയാവുന്നതുകൊണ്ടും ഗ്രേസിന്റെ ഒരു പൊട്ടൻഷ്യൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും 100% അല്ല 1000% ഇതിൽ എനിക്ക് പറയാൻ പറ്റും ഗ്രേസിന്റെ ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ഗ്രേസിന്റെ ഒരു കേപ്പബിലിറ്റി ഒരു 10% പോലും വളരെ റെയറായിട്ടുള്ള സിനിമകളിൽ മാത്രമാണ് കുറച്ചുകൂടി സാധ്യതയുള്ള പെർഫോമൻസ് കിട്ടിയിട്ടുള്ളൂ എന്ന് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ട്. റിയൽ ലൈഫിൽ മുഴുവൻ കാണുന്നുണ്ട് നിന്റെ പൊട്ടൻഷ്യൽ മുഴുവൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിലും നന്നായിട്ട് അവൾ അഭിനയിക്കുന്നത്. അത് കലക്കി. ആ ഒരു 5 വർഷം ശേഷമുള്ള നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ എങ്ങനെയാണ്? അതായത് ഇപ്പൊ പോകുന്ന പോലെ പോകുക എന്നുള്ളതാണോ, അതെയോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വീട് വാങ്ങി അവിടെ സെറ്റിൽ ആവുക, ഏതെങ്കിലും ഒരു കൊച്ചി തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കായൽ തീരത്ത് വീട് മേടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രീമുകളൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ പോയി സഞ്ചരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ട്രാവലിംഗ് എപ്പോഴും ഉള്ളതാണ്, ഡ്രീമിലുള്ളതാണ്. എബി ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഞാൻ റീസെൻ്റ്ലി ആണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് മെയിൻലി നമുക്കുള്ള ഒരു കോമൺ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ നമ്മളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്ത് സംഭവിക്കുന്നു അതിൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചറെ ആലോചിച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു പരിപാടി രണ്ടുപേർക്കും ഇല്ല. അത് ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് കിടന്ന് മരിക്കുന്ന പരിപാടി രണ്ടുപേർക്കും ഇല്ല. അപ്പോൾ ഇങ്ങനെ 5 വർഷം കഴിഞ്ഞ് ഇന്ന സ്ഥലത്ത് വീട് വെക്കണം അങ്ങനെയല്ല. നമ്മൾ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റുകളും മാറും. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡായിരിക്കണം നാളെ എനിക്ക് ഇഷ്ടപ്പെടണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ എബിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതും വളരെ നമ്മളിങ്ങനെ നോക്കിയും കണ്ടൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പം പ്രസന്റിൽ ജീവിക്കുക അത് ഭയങ്കരമായിട്ട്. കാരണം ഈ 8 വർഷം 9 വർഷം 10 വർഷം കൊണ്ട് നമ്മൾ ഇങ്ങനെയാവും നമ്മൾ ഒട്ടും ചിന്തിച്ച ആൾക്കാരല്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ആയില്ലേ, അപ്പൊ ഇത് എൻജോയ് ചെയ്യുക, നാളെ വരുന്നത് വരട്ടെ, അത്രേ ഉള്ളൂ.
എബി, മ്യൂസിക് ഡയറക്ഷനിലേക്ക് എങ്ങനെ അടുത്ത പ്ലാനിങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ തിരക്കിൽ എൻജോയ് ചെയ്ത് പോകാനാണോ അധികം അതിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യാനുള്ള പരിപാടികളാണോ, എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ പാവാടയ്ക്ക് ശേഷം ഞാൻ അങ്ങനെ അതിലേക്ക് ഫോക്കസ് ചെയ്തില്ലെന്ന് പറയാം. ആക്ച്വലി ഞാൻ നോക്കിയിട്ട് എൻ്റെ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് അത് ആ ചോദ്യമായിട്ട് ചോദിക്കണം എന്നില്ല, ഞാൻ പിന്നെ അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് വിടാം. കാരണം പാവാട പോലൊരു അത്രയും ഹിറ്റായിട്ട് പാട്ടുകൾ വന്നിട്ട് പിന്നെയും മ്യൂസിക് പ്രൊഡക്ഷൻ തന്നെയാണ് ഞാൻ നോക്കിയപ്പം കണ്ടത്. അന്ന് സംഭവിച്ചിരുന്നെന്ന് പറഞ്ഞാൽ പാവാടയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മുടെ ഇൻഡസ്ട്രി കുറച്ച് റിയലിസ്റ്റിക് മൂവീസ് കൈൻഡ് ആ ഒരു ഇതിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പം പാവാടയിലെന്ന് പറഞ്ഞാൽ പക്ക മറ്റേ തട്ടുപൊളിപ്പൻ കൊമേഴ്ഷ്യൽ ഒരു ഇതായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ആ പാട്ടുകൾ നല്ല ഇതായി. പിന്നെ അപ്പം നമ്മളെ ഒരു കൊമേഴ്ഷ്യൽ അങ്ങനത്തെ ഒരു പടങ്ങളുടെ പാട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഉള്ളൊരു ഇമേജ് ആയിരുന്നു എനിക്ക്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഷിഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പാവാട കഴിയുമ്പോൾ എനിക്ക് കുറച്ച് നല്ല അതുപോലത്തെ വലിയ പടങ്ങൾ വരും എന്ന് വിചാരിച്ചു. പക്ഷേ പടങ്ങൾ വന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ പിന്നെ അങ്ങനെ ഇതിന്റെ പുറകെ പോയിട്ടില്ല. എന്നുവെച്ചാൽ എനിക്കൊരു പടം മ്യൂസിക് ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് പോയിട്ടില്ല. കാരണം പാവാട ചെയ്യുമ്പോഴും അതിന് മുമ്പും അത് കഴിഞ്ഞും എല്ലാം നല്ല തിരക്കുണ്ട്. നമുക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ മൾട്ടിപ്പിൾ കമ്പോസേഴ്സിന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഞാനതിന് ശ്രമിച്ചില്ലെന്നും പറയാം. വന്നില്ലെന്ന് മാത്രമല്ല, ഞാനതിന് ശ്രമിച്ചില്ല. ഒരു പടം ഇത്ര ഒരു ഹിറ്റ് കയ്യിലുണ്ടായിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു പടം അടുത്തത് എന്താ പറയുന്നത് എങ്ങനെയും ഒരു പടത്തിന്റെ ഭാഗമാകാന്നുള്ളൊരു ശ്രമവും ഞാൻ നടത്തിയില്ല. അപ്പം അൾട്ടിമേറ്റ്ലി ഞാൻ ചെയ്യുന്നത് മ്യൂസിക്കാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് സിനിമയിലാണ് എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അങ്ങനെ പോകുമായിരുന്നു. ഓക്കെ, മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് പടങ്ങൾ വരട്ടെ. താങ്ക് യു. അല്ല, ഇനിയിപ്പം വരും. ഐ മീൻ പ്ലാൻ ഉണ്ട്, മനസ്സിലുണ്ട് അതല്ല. പക്ഷെ അത് ഇനി എന്ന് വെച്ചാൽ അതുപോലെ ഇപ്പൊ പാവാടയൊക്കെ പോലെ നല്ലൊരു പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ എനിക്ക് താല്പര്യമുള്ള, അല്ലാതെ എന്തെങ്കിലും ഒരു പടം എന്നുള്ളൊരു ചെയ്യുമ്പോൾ നല്ലൊരു സിഗ്നേച്ചർ പരിപാടി ചെയ്തിട്ട് കാര്യം. ഞാനത് എബിയോട് എപ്പോഴും പറയും, എബിയുടെ പൊട്ടൻഷ്യൽ അങ്ങനെ അധികം നേരിട്ട് കാണുന്നത് കൊണ്ട്. ഇപ്പൊ റീസെന്റ് ലോകയിലെ സ്കോറൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗൂസ് ബംസ് വരും. ഞാൻ തിയേറ്ററിൽ ഇരുന്ന് പറഞ്ഞിട്ടോ, താൻ ചെയ്ത സാധനമല്ലേ ഇതെന്ന് കേൾക്കുമ്പോഴേ, ഷുവർ ഓഫ് കോഴ്സ്. പക്ഷെ എന്നാലും നമ്മള് അതിലും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു പടം ചെയ്യാൻ പറ്റുന്ന അത്രയും കേപ്പബിലിറ്റി ഉള്ള ആളാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഒന്ന് പൊളിച്ചായിരുന്നെങ്കിൽ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റും. മ്യൂസിക്കിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് ഈ മ്യൂസിക് പ്രൊഡക്ഷനും മ്യൂസിക് കമ്പോസിങ്ങും രണ്ടും രണ്ടാണ്. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു മ്യൂസിക് കമ്പോസർ ഉണ്ട്. അതാണ് നമ്മളെല്ലാം അറിയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ്. ഇപ്പം നമ്മുടെ മലയാളത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഷയിലുള്ള മ്യൂസിക് കമ്പോസേഴ്സ് എന്ന് പറയുന്നതാണ് എല്ലാവരും അറിയുന്നത്. ഇവരൊക്കെ മ്യൂസിക് കമ്പോസേഴ്സ് ആണ്. നമ്മൾ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക് കമ്പോസേഴ്സിന് ഒരു വിഷൻ ഉണ്ട്. എൻ്റെ ഒരു സോങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇങ്ങനെ വേണം, ഇന്നതുപോലെ വേണം എന്നുള്ളൊരു വിഷൻ ഇവർക്കുണ്ട്. ആ വിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഐ മീൻ കമ്പ്യൂട്ടേഴ്സും സോഫ്റ്റ്വെയർസും യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അതൊന്നുകൂടെ ഒന്ന് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം ഒരു പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വേണം, അത് എന്ത് നോട്ട്സ് പ്ലേ ചെയ്യണം അല്ലെങ്കിൽ എന്ത് കോഡ്സ് പ്ലേ ചെയ്യണം, എന്ത് ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യണം. ചില മ്യൂസിക് കമ്പോസേഴ്സ് പറയും എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഐ മീൻ അവരുടെ ഒരു ഡയറക്ഷൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്രൊഡ്യൂസറാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ്, എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്രംസിൻ്റെ പാറ്റേൺസ് എങ്ങനെ പോകണം, അല്ലെങ്കിൽ അതിൻ്റെ റിതംസ് എങ്ങനെ വായിക്കണം, അതിൻ്റെ കീബോർഡ്സ് എങ്ങനെ വായിക്കണം, ഗിറ്റാർസ് എങ്ങനെ വായിക്കണം, ആ ഒരു സംഭവങ്ങൾ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ഡിസൈൻ ചെയ്യാറുണ്ട്. അറ്റ് ദ സെയിം ടൈം മ്യൂസിക് കമ്പോസേഴ്സും പറയാറുണ്ട് എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള രീതിയിൽ അവരും പറയാറുണ്ട്. അപ്പം അവരുടെ ഒരു വിഷനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ. നമ്മൾ കേൾക്കുന്ന സൗണ്ട്, നമ്മൾ കേൾക്കുന്ന പല പാട്ടിന്റെയും ആ വോക്കൽ മാറ്റി വെച്ചാൽ ബാക്കി ഹിറ്റായ പല മ്യൂസിക് BGMs നമുക്ക് ഈസി ആയിട്ട് പറയാം മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആണ്. അത് ഒരു മ്യൂസിക് പ്രൊഡ്യൂസറുടെ മാത്രം ക്രെഡിറ്റ് അല്ല, ഒരു മ്യൂസിക് കമ്പോസറുടെ ഒരു വിഷൻ, അയാളുടെ ഒരു ഡയറക്ഷൻസ് പ്രകാരം അയാളുടെ ഐഡിയാസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാവാട മ്യൂസിക് ചെയ്ത മ്യൂസിക് കമ്പോസർ ആയിരുന്നു ഞാൻ. പാവാട ജയശ്രീ കൊണ്ട് ആദ്യമായിട്ട് പാടിച്ചത് ആദ്യമായിട്ടല്ല, ശേഷമല്ലേ പുണ്യാളം തന്നെ? അല്ലല്ല, പുണ്യാളന്റെ പാട്ടൊക്കെ ജേട്ടൻ അതിന് മുന്നേ പാടിയിട്ടുണ്ട്. അതെ അതെ, ഞാൻ പാവാട അത് കഴിഞ്ഞാ പഠിച്ചത്. അതെ. ജേട്ടനുമായിട്ട് എനിക്ക് ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. കാരണം ഇപ്പൊ ഗ്രേസ് മുമ്പേ പറഞ്ഞ മൂന്നാം ഇടം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം അന്ന് പ്രൊഡ്യൂസ് ചെയ്തത് ജേട്ടനായിരുന്നു, അതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ അന്നോട്ട് ജേട്ടൻ അതിന്റെ മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനും ജേട്ടനും ഭയങ്കര മീൻ ഫ്രീക്വന്റ്ലി കോൺടാക്ട് ചെയ്യും. ഞങ്ങൾ നല്ല മീൻ ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഇതുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ആ പാവാടയിലെ ആ ഒരു സംഭവം, അങ്ങനെ ഒരു പാട്ട് ആരെ പാടിക്കും എന്നുള്ളൊരു വന്നു കഴിഞ്ഞപ്പം ജേട്ടൻ എന്നുള്ള ഒരു ഓപ്ഷൻ പറയാൻ, കാരണം ആ പാട്ട് ശ്രദ്ധിച്ചറിയാം, അത് ഒരു പറയുവാണ് സംഭവങ്ങൾ, ഒരു പാട്ട് പാടുന്നതുള്ളേ കൂടുതൽ. അപ്പൊ അതിന്റെ ഒരു ഫുൾ എക്സ്പ്രഷൻസും എല്ലാം കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളും, പിന്നെ അന്നത്തെ ഒരു സമയത്ത് ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ജേട്ടനായിരുന്നു ഏറ്റവും നല്ല ഓപ്ഷൻ. അങ്ങനെ
ജയേട്ടനെ കൊണ്ട് ഇത് പാടിച്ചു. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് റെക്കോർഡിങ്സും ഭയങ്കര ഈസി ആയിരുന്നു ജയേട്ടനും ഞാനും തമ്മിൽ. അങ്ങനെ അത് അടിപൊളിയായിട്ട് വന്നു. അതൊരു രസകരമായിട്ടുള്ളൊരു ഭയങ്കര ഫൺ സോങ് ആയിരുന്നു.